ഇടുക്കി ഡാമാണ് കുറവന്മല കുറത്തിമല അത് ആർച്ച് ഡാം നമ്മുടെ ഇടുക്കി ഓക്കെ ഓക്കെ അത് മാറ്റി കഴിഞ്ഞാൽ വലിയൊരു ഹോളാവും അല്ലേ വരാൻ ഇതറിയാൻ മേലല്ലേ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ TT ഒക്കെ ഇങ്ങനെ നിൽക്കുന്നവർക്കല്ലേ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവർക്ക് ഒരു വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ആയിരം നമസ്കാരം പറ നമസ്കാരം മമ്മി നമസ്കാരം നമസ്കാരം ചാച്ചനും മമ്മിയാണ് അതെ നമ്മുടെ മനോജ് ഇവിടെ നിൽപ്പുണ്ട് മനോജ് ഹായ് അതെ അതെ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നടന്നത് കുറച്ച് ആൾക്കാർ ചോദിക്കാറുണ്ട് ചാച്ചൻ എന്തുകൊണ്ട് ഓസ്ട്രേലിയക്ക് വരുന്നില്ല എന്നുള്ളതായിരുന്നു ചാച്ചന് മേലെ ഇപ്പോൾ അല്ലേ ഫ്ലൈറ്റ് അതായത് ചാച്ചൻ എന്തുകൊണ്ട് ഓസ്ട്രേലിയക്ക് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാച്ചന് ഫ്ലൈറ്റിൽ കയറാനൊക്കെ ഇച്ചിരി പാടാണ് UK ആയിരുന്നപ്പോൾ ചാച്ചൻ വന്നിട്ടുണ്ട് 2 പ്രാവശ്യം വന്നിട്ടുണ്ട് പിന്നെ മമ്മിക്കാണെങ്കിൽ വെർട്ടിഗോയുടെ അസുഖം അല്ലേ ഈ ഫ്ലൈറ്റ് തല കറങ്ങുന്ന ഒരു ചെറിയ പരിപാടിയുണ്ട് പപ്പായ പിന്നെ ഭാഗത്താൽ നമ്മുടെ ജിഷയുടെ പപ്പായ അമ്മ അവർക്ക് അത്ര ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അതുകൊണ്ടാണ് വരുന്നത് അല്ല ചാച്ചനെ മനഃപൂർവ്വം കൊണ്ടുപോകാനിട്ടല്ല ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് അതിന് ട്രാവൽ ചെയ്യാനൊക്കെ ഇച്ചിരി പാടാണ് കൊറോണ വന്നു കഴിഞ്ഞപ്പോഴാണ് ചാച്ചന് ഇത്ര ഇതായത് അല്ലേ ഇച്ചിരി കൊറോണ വന്ന് 2 കൊല്ലത്തിന് മുമ്പ് വന്നു കഴിഞ്ഞപ്പോഴാണ് ചാച്ചൻ പെട്ടെന്ന് ഇതായത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മനോജിൻ്റെ കൂടെ നമ്മളൊരു അതിമനോഹരമായ കാഴ്ച കാണാൻ പോകും അല്ലേ അതെ അതെ സംസാരിക്കാം അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഹാർദമായ സ്വാഗതം രാവിലെ നല്ല ചെറിയ കാഴ്ചകൾ തേടി ഇറങ്ങിയേക്കാണ് അപ്പോൾ അതെ മനോജ് വണ്ടി എടുത്തുകൊണ്ട് വരുന്നു അപ്പോൾ നമുക്ക് നേരെ ഏതായാലും കൂടുതൽ കാഴ്ചകൾ തേടി മനോജിനോടൊപ്പം പോയേക്കാം എല്ലാം സെറ്റല്ലേ അപ്പോൾ എല്ലാം സെറ്റാണ് നമുക്ക് ഇനി അടിച്ചു വിളിക്കാം അതെ യാത്ര നമ്മളിവിടെ ആരംഭിച്ച് മന്ദം അല്ലേ ആരംഭിച്ച് നമ്മൾ കറകച്ചാലിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ആ സസ്പെൻസിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ആ സസ്പെൻസ് ഞങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങളെ കാണിക്കാം അവിടെ ചെന്നിട്ട് നമുക്ക് കാണിക്കാം എയർപോർട്ടിലോട്ടാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ വേണമെങ്കിൽ പറയാം എയർപോർട്ടിലോട്ടാണെങ്കിൽ പറയാം വേണമെങ്കിൽ തുറമുഖത്തോട്ടാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിലോട്ടാണെന്ന് വേണമെങ്കിൽ പറയാം എങ്ങനെ വേണമെങ്കിലും പറയാം അപ്പൊ നമുക്ക് ഫ്ലൈറ്റ് കയറാം നേരെ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ വന്നോ അതോ എയർപോർട്ടിൽ പോയോ സത്യം പറഞ്ഞ ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ആകെപ്പാടെ കൺഫ്യൂഷൻ ഇപ്പൊ ഇത് എവിടെ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണോ അതോ എയർപോർട്ടിലാണോ അതോ നമ്മുടെ തുറമുഖത്താണോ എന്ന് പോലും അറിയുന്നുണ്ട് അപ്പൊ ഞങ്ങൾ സസ്പെൻസ് പൊട്ടിക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ തൊട്ടടുത്ത ഒരു വീടാണ് മല്ലപ്പള്ളിയിലാണ് നമ്മുടെ വീടിന് തൊട്ടടുത്താണ് പിന്നെ മനോജിന്റെ ഒരു സുഹൃത്തു കൂടെയാണ് അച്ചാനെ എന്ന് പറയപ്പെടാം ഇതൊക്കെ ഈ വീഡിയോ ചില ചാനലുകളൊക്കെ വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് നമ്മുടെ അടുത്തുള്ളപ്പോൾ ഇങ്ങനെ സംഭവം കാണിക്കാതിരിക്കുന്ന മോശമാണ്. അപ്പോൾ ഏതായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം ഇവൻ പറഞ്ഞ എയർപോർട്ടിലോട്ട് പോകണം തുറമുഖത്തോട്ട് പോകണം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇതാണ് എയർപോർട്ട് അതിന്റെ താഴെ നിന്ന് കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഫ്ലൈറ്റ് പൊങ്ങാൻമാടി ലാൻഡ് ചെയ്യുന്നു അതിന് തൊട്ടിപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ കാരണം നമുക്ക് റെയിൽവേക്കകത്തോട്ട് കയറിപ്പോൾ നമ്മളൊരു പ്രതീതിയാണിത് അതിന് തൊട്ടപ്പുറത്ത് ഇപ്പം നമ്മൾ തുറമുഖത്താണോ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ തുറമുഖത്താണെന്ന് വേണമെങ്കിൽ പറയാം കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ തന്നെ ഒരു ഭയങ്കര രീതിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത് അല്ലേ നല്ല രസമുണ്ട് അത് തുറമുഖം ഇത് റെയിൽവേ അത് എയർപോർട്ട് അതെ അതിന് വേറൊരു കാര്യം പിന്നെ ചെയ്തിട്ട് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് തടി മണ്ണ് കല്ല് ഒരു സാധനം ഇരുമ്പ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയേക്കുന്ന സാധനമാണ് ചോർച്ച ഒന്നും ഇല്ലാതെ ഇപ്പൊ ഇത് വേണമെങ്കിൽ 2-3 കൊല്ലമാണ് തോന്നുന്നല്ലേ അത്രയായി അപ്പോൾ ഏതായാലും നമുക്ക് അച്ചാനെ ഒന്ന് പരിചയപ്പെട്ടെ ഇതെല്ലാം വിശദമായിട്ടൊന്ന് കാണിക്കാം അല്ലേ ഏതായാലും അതിന്റെ ബ്യൂട്ടി ഭയങ്കര രസമാണ് കാണാനായിട്ട് കണ്ടല്ലോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഈ കയറി വരുമ്പോൾ തന്നെ ഒരു വെറൈറ്റിയാണ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ TT ഒക്കെ ഇങ്ങനെ നിൽക്കുന്നവർക്കല്ലേ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവർക്ക് ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് അതെ അപ്പോൾ നമുക്ക് ഏതായാലും അകത്തോട്ട് കയറാം അല്ലേ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ അച്ചായൻ്റെ വീടിനകത്ത് കയറിക്കാണ് നമ്മുടെ അച്ചായനെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് എല്ലാം അറിയാം എങ്കിലും നമ്മുടെ ഈ ചെറിയ ചാനലിൽ കൂടെ അച്ചായനെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടാം അല്ലേ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഉടമസ്ഥൻ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇത് നിങ്ങളൊക്കെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ആളാണ് ഈ എൻ്റെ കൂടെ നിൽക്കുന്നത് മനോജിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ് ബിന്നി. അങ്ങനെ ബിന്നി ഇവിടെ വന്നു ഞങ്ങൾ പരിചയപ്പെട്ടു വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. ബിന്നി പറഞ്ഞതിൽ എനിക്കും വളരെ സന്തോഷം. എല്ലാ ആൾക്കാരും ഇതൊക്കെ കണ്ട വ്യൂവേഴ്സ് ഒക്കെ ആണെങ്കിലും ഇനിയും കണ്ടു ഒരു പ്രാവശ്യം ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഈ വീട്ടിൽ കല്ലോ മണ്ണോ തടിയോ ഇല്ല. അങ്ങനെ ഒരു ബിൽഡിംഗ് ആർക്കെങ്കിലും നിർമ്മിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോ ഫോളോ ചെയ്യാൻ ചാൻസ് ഏറ്റവും നല്ല കാരണം നടി വെട്ടി നശിപ്പിക്കണ്ട ഞാൻ പ്രകൃതി സ്നേഹിയാണെന്നൊന്നും പിന്നെ ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ പ്രകൃതിയെ ഒന്നും നശിപ്പിക്കാതെ ഞാൻ ഈ സ്റ്റേജ് വരെയൊക്കെ ഇതിനെ എത്തിച്ചു.
അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും ഒക്കെ കേരളത്തിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു നല്ല മെത്തേഡായിട്ടാണ് ഇത്. വാട്ടർ പ്രൂഫ് എല്ലാം സംഭവം, മെറ്റീരിയൽസ് ഇതിനകത്ത് സ്റ്റീലും ബി ബോർഡും മാത്രമേ ഉള്ളൂ. കോസ്റ്റും കുറവാണ്. കോസ്റ്റും കുറവ് മറ്റേതിനെക്കാട്ടും ഒരു 60% ഒക്കെ ആകാനേ ചാൻസ് ഉള്ളൂ കോൺക്രീറ്റ് ബിൽഡിങ്ങിനേക്കാൾ. അതുപോലെ തന്നെ പിന്നെ ഇതിന് ഏത് സമയത്ത് എന്ത് എക്സ്റ്റൻഷൻ വേണേലും ചെയ്യാം. ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിനെ മനോജ് നമ്മളെ ഇതിന്റെ വേറൊരു പ്രത്യേകത ഞാൻ 2 ദിവസം മുമ്പ് മനോജിനോട് പറയുകയും ചെയ്തു. ഇത് പൊളിച്ചു വിറ്റാലും നമ്മുടെ കഴിഞ്ഞിട്ട് പൊളിച്ചു വിറ്റാലും അവർക്ക് ആ എമൗണ്ട് കവർ ചെയ്യാൻ പറ്റും. ഞാൻ വീട് വെച്ച എമൗണ്ട് 3 തീമായിട്ട് റെയിൽവേ. ഇതിന്റെ എലിവേഷൻ ശ്രദ്ധിച്ച് കാണുമല്ലോ. ഫസ്റ്റിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റിന്റെ ഷേപ്പാണ്, സെക്കൻഡിലെ ട്രെയിന്, തേർഡിലെ ഷിപ്പ്. ആ ട്രെയിനിന്റെ ഷേപ്പ് ഞാൻ കൊടുത്തേക്കുന്ന എലിവേഷനിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഡിസൈൻ വർക്ക് ബെഹറിന്റെ ഫ്ലാഗ് ആണ്. എനിക്ക് എന്റെ കുടുംബത്തിനും കുഞ്ഞും എല്ലാം തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്ന ബെഹറിന്റെ ഫ്ലാഗ്. പിന്നെ ഇത് നമ്മൾ നിൽക്കുന്ന ഈ വ്യൂ ട്രെയിനിന്റെ ആണ്. ഞാൻ ഒരുപാട് വർഷം ബോംബെ പൂനെയിലായിരുന്നു. ജയന്തിയിലൊക്കെ പോകുന്ന സമയത്ത് ഒക്കെ ഓരോന്നിങ്ങനെ എന്റെ മൈൻഡിൽ ഇങ്ങനെ ഇട്ടിട്ടാണ് ഇത് ചെയ്തത്. പിന്നെ ഷിപ്പ് ബെഹറിന് ഒരു ഐലൻഡ് ഉണ്ട്, അവാർ ഐലൻഡ് എന്നും പറഞ്ഞു. അപ്പൊ എനിക്ക് കുറെ കാലം അവിടെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഷിപ്പിലും ബോട്ടിലും ഒക്കെ പോകുന്ന സമയത്ത് ഓരോ പാർട്ടുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചാണ്. അങ്ങനെയാണ് എൻ്റെ മൈൻഡിൽ ഈ 3 ഞാൻ ലോകത്തിൽ കൂടുതലായിട്ട് യാത്ര ചെയ്ത 3 വാഹനത്തിന്റെ ഷേപ്പിൽ എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ എന്ന് ആലോചിച്ചു. അത് ഈ സ്റ്റേജിൽ വരെയൊക്കെ എനിക്ക് എത്തിക്കാൻ വളരെ നല്ല തീരുമാനം. അച്ഛൻ്റെ പേര് പറഞ്ഞില്ല. അച്ഛൻ്റെ പേര് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നുപോയി. എന്റെ ഒഫീഷ്യൽ നെയിം ടി തോമസ്, പെറ്റ് നെയിം ജെയിംസ്. എന്റെ വൈഫിന്റെ പേര് ബെറ്റ്സി. 2 മക്കളാണ് എനിക്കുള്ള, ബോവസും ജിമ്മി. അവര് ബോവസ് ബെഹറിനി വർക്ക് ചെയ്യുന്നു, ജിമ്മി ഇവിടെ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. പിന്നെ എന്റെ ലൊക്കാലിറ്റി ഉള്ളത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ മല്ലപ്പള്ളി എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ്. തീർച്ചയായിട്ടും പിന്നീട് മനോജിന്റെ നമ്മളൊക്കെ ഇങ്ങനെ ഒരു സംഭവം ആൾക്കാർ കണ്ടാൽ നമുക്ക് കാണിക്കാതിരിക്കാൻ പറ്റും. ആദ്യം എല്ലാം എന്റെ ഫസ്റ്റ് ടൈമിലൊക്കെ എല്ലാരും പറഞ്ഞ് എനിക്ക് മെന്റൽ പ്രോബ്ലം ആണ്. നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത അതാ. അതുപോലെ തന്നെ പിന്നെ നിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോം, ഇതിന്റെ ആക്സസ് ആദ്യം ഞാൻ ഫസ്റ്റിൽ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഞാൻ ലാഡർ വെച്ച് കയറുക. ആ ടൈമിലൊക്കെ ഇവരൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വട്ടർ ഇത്രയൊക്കെ ഉണ്ടായിട്ട് എങ്ങനെ ഇതിനകത്ത് കയറും. അതൊക്കെ നമ്മുടെ അച്ഛന്റെ വട്ടത്തരങ്ങൾ കാണിക്കാവോ? തീർച്ചയായിട്ടും ഈ സ്റ്റേജിലൊക്കെ എത്താൻ വേണ്ടി എനിക്ക് പറ്റി. അത് എന്റെ ദൈവത്തിന്റെ വലിയ നന്മയായിട്ട് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കും കാണാൻ പറ്റി. ഒരുപാട് വീഡിയോസിലൊക്കെ വന്ന് കണ്ടു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീട് ആൾക്കാർ കണ്ട വീട് എല്ലാന്ന് പറയുന്നത് എനിക്കറിയാം. കാരണം വെറൈറ്റി ആയിട്ടുള്ള ഒരു വീട് ഞാൻ കണ്ടിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ കയറി വരുന്നപ്പോൾ തന്നെ നമുക്കൊരു ഇത് ലോഞ്ച് അല്ലേ, ലോഞ്ചാണ്. നല്ല വിശാലമായ ഒരു ഓപ്പൺ സ്പേസ് ഇതല്ലേ, ഒരു ഹാള്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആ ട്രെയിൻ അകത്തോട് തുറന്നിങ്ങനെ ഡോർ ഓപ്പൺ ചെയ്ത് ഞാൻ കാണിക്കാം. പിന്നെ ഒരു സെക്കൻഡ്. ഇതിന് എന്റെ വീടിനുള്ള വേറൊരു പ്രത്യേകത വെച്ചാൽ കംപ്ലീറ്റ് ഡോർസും വിൻഡോസും സ്ലൈഡിംഗ് ആണ്. ഓക്കെ, എല്ലാം സ്ലൈഡിംഗ് ആണ് അല്ലേ? ഇത് വീടെല്ലാം സ്ലൈഡിംഗ് ആണ്, ഡോർസ് എല്ലാം സ്ലൈഡിംഗ് ആണ് അല്ലേ? ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതെ, എല്ലാം സ്ലൈഡിംഗ് ആണ് അല്ലേ? കംപ്ലീറ്റ് ഡോർസ് ആൻഡ് വിൻഡോസ് കംപ്ലീറ്റ് സ്ലൈഡിംഗ് ആണ്. കാരണം നമ്മൾ ഇഞ്ചസ് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അത്രയും സ്പേസ് വളരെ നല്ലതാണ് ഈ സിസ്റ്റം ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നത് ഇതാണ് സിറ്റ് ഔട്ട് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാണ് ഡൈനിങ്. ഇത് ഡൈനിങ് വളരെ മനോഹരമായിട്ട് തന്നെ, അത് വിശാലമായിട്ടുള്ള ഡൈനിങ് അല്ലേ? വിശാലമായിട്ടുള്ള ഡൈനിങ് ആണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇപ്പുറത്തായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം ഞാൻ മുമ്പേ കയറിയായിരുന്നു. വളരെ മനോഹരമായിട്ട് വലിയ വലുപ്പമുള്ള, എല്ലാം നല്ല ഭയങ്കര വലുപ്പമാണ്. ഈ മാസ്റ്റർ ബെഡ്റൂം ആണിത്. പിന്നെ എന്റെ വീടിനുള്ള ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, കല്ലും മണ്ണിയും തടുകയില്ലെന്ന് പറഞ്ഞ പെയിന്റിങ്ങും ഇല്ല. ഞങ്ങൾ കംപ്ലീറ്റ് വാൾപേപ്പർ മനോഹരം. 3 ബെഡ്റൂമിന് ഞങ്ങൾ അറ്റാച്ച് കൊടുത്തിട്ട് വന്നിരിക്കുകയാണ്. ഈ ബെഡൊക്കെ ഞാൻ ബെഹറിനിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നു. 10 വർഷം മുമ്പ് തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ വരിക വേറെ ബെഡ്റൂം. ആ കാണുന്നതാണ് അടുത്ത ബെഡ്റൂം അല്ലേ? ഇതാണ്
രണ്ടാമത്തെ ബെഡ്റൂം. ഓക്കെ. ഇതെന്റെ മൂത്ത ആള്. ഈ വീട്ടിൽ പെയിന്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. എന്റെ മൂത്ത ആള് തന്നെ ചെയ്യാൻ. അവന് അങ്ങനെ തന്നെ അവൻ ഡിസൈൻ ചെയ്തതാണ്. അപ്പൊ അത് അവിടെ ഒരു സ്റ്റഡി ടേബിളും കാര്യങ്ങളെല്ലാം അവിടെ എല്ലാം ഉണ്ട്. എല്ലാം ഇതിന്റെ അപ്പുറത്തായിട്ടാണ് ഈ പാസേജിൽ കൂടെ വന്നു കഴിഞ്ഞിട്ടാണ് തേർഡ് ബെഡ്റൂം. ഇവിടാണ് തേർഡ് ബെഡ്റൂം അല്ലേ? വരിക. ഓക്കെ. ഇതിപ്പോ നമ്മൾ ഇതിനകത്തൂടെ നടക്കുന്നവരെ തന്നെ ഉണ്ട്. എല്ലാരും പറയുന്നുണ്ട് ഇത് നടക്കുന്ന റിവ്യൂ കിട്ടുമോ. അതെ. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. എന്റെ രണ്ടാമത്തെ മോൻ തന്നെ ആയിരുന്നു ഇതിന്റെ എല്ലാ വർക്കുകളെല്ലാം അവൻ തന്നെ ചെയ്യാൻ. ഇവിടെ എക്സ്ട്രാ ഒരു ബെഡും ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഫ്ലൈറ്റിന്റെ കോക്പിറ്റ്. ഇത് മാത്രമേ ഉള്ളൂ ഫിനിഷ് ചെയ്യാൻ. ഇത് മാത്രം ടെമ്പർ ഗ്ലാസ് കിട്ടാത്തതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. കടന്നോണ്ട് ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ അപ്പുറത്തായിട്ടാണ് ഇതിന്റെ കിച്ചൺ. അപ്പുറത്തായിട്ടാണ് ഇതിന്റെ കിച്ചൺ ഉള്ളത്. കിച്ചൺ ഞാൻ കണ്ടായിരുന്നു. വലിയ വിശാലമായ ഒരു കിച്ചൺ. വന്ന് കണ്ട ലേഡീസിനൊക്കെ ഇഷ്ടപ്പെട്ടു. ഭയങ്കര വിശാലമായ ഒപ്പീനിയൻ ആണ് പറഞ്ഞത്. ഇത്രയും വലിയ കിച്ചൺ ആരും അങ്ങനെ വളരെ നീറ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് പറഞ്ഞു. ഇതാണ് ഇതിന്റെ കിച്ചൺ. ഇത്രയും വിശാലമായ കിച്ചൺ. ഇത് വാൾപേപ്പർ ആണ് അല്ലേ? ഇത് വാൾപേപ്പർ ആണ്, ടൈലൊന്നും അല്ല. കംപ്ലീറ്റ് വാൾപേപ്പറെ കവർ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇത് SS ആണ്. നമ്മുടെ ഒരു 2-3 ജനറേഷൻ കഴിഞ്ഞാൽ ഈ സാധനം പോകല. ഇത് വലിയ ഹോട്ടലിലൊക്കെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഞാൻ ഈ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം. ഒരിക്കലും ഈ ടൈൽസ് പോവാൻ എന്റെ വെള്ളം കയറും അങ്ങനെ പരിപാടികളൊന്നുമില്ല. നമ്മുടെ 1-2 ജനറേഷൻ കഴിഞ്ഞാൽ ഇത് അതുപോലെ തന്നെ ഇവിടെ നിൽക്കും. പ്രത്യേകത ഇതൊക്കെയാണ്. പിന്നെ ഇതിന്റെ താഴോട്ട് നമുക്ക് ഇറങ്ങി നോക്കാം. താഴോട്ടുള്ള എക്സിറ്റ് ഇതുവഴിയാണ്. പിന്നീട് ഇറങ്ങാം. വീടിനുള്ള 2 ചെറിയ പ്രത്യേകത. ഇത് നമ്മുടെ ഇടുക്കി ഡാമിനെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ്. അത് ഇടുക്കി ഡാമാണ്. കുറവന്മല കുറത്തിമല ആർച്ച് ഡാം. നമ്മുടെ ഇടുക്കി. അത് കഴിഞ്ഞിട്ടുള്ള പ്രത്യേകത എന്താ വെച്ചാൽ മനോജ് എന്നെ ഒന്ന് ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ മാറ്റാം. അത് പൊളിയാട്ടോ. അങ്ങനെ വെക്കാം അല്ലേ? ഈ വീട് ഈ ഡയറക്ഷനിൽ ഒരു ഹോളാകും. ഓക്കെ. അത് മാറ്റി കഴിഞ്ഞാൽ വലിയൊരു ഹോളാവും അല്ലേ? മനോജ് ഇതറിയാമല്ലേ? ഇത് മാറും. ഈ ഡയറക്ഷനിൽ ഈ വീട് ഒരു ഹോളാകും. അതെ. ഇപ്പൊ അങ്ങനെ ഇത് മാറും. ഇത് വലിയ ഹോളായിട്ട് മാറും. ഇത് മാറിക്കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനൊക്കെ അല്ല. ഇത് ഇവിടെ അങ്ങനെ. ഇത് ഞാനിപ്പോഴാണ് കേട്ടോ. ഇതിങ്ങനെ വല്ല ഫംഗ്ഷനൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് വൻ സെറ്റപ്പാ. ഇത് ഞങ്ങൾക്ക് ഫംഗ്ഷൻ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ഭയങ്കര ഡിസൈനാണ് കേട്ടോ. ഇതൊരു ഭയങ്കര സംഭവമാണ്. ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ഇത് വലിയൊരു ഹോളായിട്ട് മാറി. ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടെന്നേ നമ്മളിവിടെ തോന്നുകയില്ല. അത് പൊളി. ഇത് ഭയങ്കര പൊളിയാട്ടോ. നമ്മൾ വന്ന വീടേ അല്ല ഇപ്പം. പാടെ കൺഫ്യൂഷനായി. എനിക്ക് തന്നെ കൺഫ്യൂഷൻ. അത് മാറിക്കഴിഞ്ഞാൽ എല്ലാം ഓപ്പൺ സ്പേസ്. അടിപൊളി. ഇങ്ങനെ ഒരു കോൺസെപ്റ്റും ഇങ്ങനെ കൊണ്ടുവരാൻ അതിലൊരു ആർജവും എടുത്തതാണ്. കാരണം സാധാരണ ആൾക്കാർ കഴിയും നമ്മള് കൂടുതൽ ചെയ്യുന്ന അവരെന്നാ വിചാരിക്കും, ഇവരെന്നാ വിചാരിക്കും. അവനവന്റെ ഡിസിഷൻ എടുത്ത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ഡിസിഷൻ നമ്മുടെ മനസ്സിലെടുക്കുന്നോ അതിനെ ഏത് രീതിയിലും അതിനെ ഫുൾ കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. ഞാൻ അതേ പറയുന്നു. ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. ഇല്ലാതെ ഈ ലോകത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എല്ലാരും പിന്മാറും കുറെ കഴിയുമ്പോൾ. മുന്നോട്ട് അവനവന്റെ ജീവിതം അത്രേ ഉള്ളൂ. അപ്പൊ അവനവന്റെ രീതിയിൽ വെറൈറ്റി ആയിട്ട് കണ്ട ഞാൻ പല വീഡിയോയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഒരു വീട് ഞാൻ ആദ്യമായിട്ട് കാണാൻ. അത് സിമ്പിൾ കോസ്റ്റ് ഇതൊന്നും ഇല്ലാതെ പ്രകൃതി ഒരു സ്നേഹിച്ച് ഉണ്ടാക്കിയൊരു വീട്. ഇനി അടിവശം കൂടെ കാണിച്ചാൽ കാണിക്കല്ലേ. ഓപ്പൺ ആണ്. പാർക്കിംഗ് സിസ്റ്റം 1-way സിസ്റ്റം കൊടുത്തിരിക്കുകയാണ്. 19 വണ്ടി എനിക്ക് താഴെ ഇടാം. നമുക്ക് താഴെ കൂടെ ഒന്ന് പെട്ടെന്ന്. ഇതാണ് നമ്മുടെ കോക്പിറ്റ്. നമ്മൾ കോക്പിറ്റ് അടിപൊളി. ഇതുവഴി ആ കിച്ചൻ്റെ അതുവഴി നമുക്ക് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരാം. ഈ പറഞ്ഞ പോലെ കുറച്ച് വണ്ടികൾ, ഇഷ്ടം പോലെ വണ്ടികൾക്ക് അല്ലേ പാർക്ക് ചെയ്യാനുള്ള. അങ്ങനെ കയറി ഇങ്ങനെ ഇറങ്ങി കയറി അതിൻ്റെ അടിയിൽ കൂടെ പോവുകയും ചെയ്യാം അത്യാവശ്യം അല്ലേ? അത് സംഭവം പൊളി കേട്ടോ. ഇവൻ്റെ പേരെന്നാ? അവന്റെ പേരെന്നാ? അവന്റെ പേര് നോട്ടി. നോട്ടി. അവനൊരു നോട്ടിയാണോ?
അവൻ ഒരു നോട്ടിത്തരവും ഇല്ല. അവരെ പേര് മാത്രമേ നോട്ട് ചക്കരെ നോട്ടിക്കുട്ടാ അവനെ കാണുമ്പോ അറിയാം അവന്റെ അച്ഛനെ കണ്ടപ്പോ തന്നെ അവന്റെ മതി മതി അവനൊരു ചുമയുടെ ഇതുണ്ട് ഉണ്ടല്ലോ ഇപ്പൊ മതി. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ വർക്ക് കണ്ടോ? മൂള് വശത്തെല്ലാം അല്ലേ കംപ്ലീറ്റ് ബീമുകളെ അല്ല വേറെ ഒന്നുമില്ല. പറഞ്ഞല്ലോ ബിഗിനിങ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, കല്ലോ മണ്ണോ തടിയോ ഒന്നും ഇല്ലാത്ത വീട്. അതെ, ഇതാണ് അതിന്റെ പ്രത്യേകത. വേറെ പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് വേണേലും ഇവിടെ ചെയ്യാം, ഇതിനടി ചെയ്യാം, വണ്ടിക്ക് എന്ത് ക്രിയേഷൻ വേണേലും നടത്താം ഇവിടെ. അങ്ങനെയാണ് ഞാൻ ഇത് ഇതുവരെ ചെയ്തിരിക്കുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ നല്ല സംരക്ഷിച്ചു. അതുപോലെ തന്നെ ഇതിന്റെ പ്ലംബിംഗ് സിസ്റ്റം കണ്ടോ, ഓപ്പൺ ആയിട്ടാ. എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഏത് ടൈമിൽ എനി ടൈമിൽ നമുക്ക് ഇത് റിപ്പയർ ചെയ്ത് എടുക്കാനും പറ്റും. അതുപോലെ ഇതിന്റെ സേഫ്റ്റി ടാങ്കും പിന്നെ ഞാൻ പുറത്ത് തന്നെയാ കൊടുത്തിരിക്കുന്നത്, എന്ത് മെയിൻ്റെനൻസ് വന്നാലും ചെയ്യത്തക്ക പോലും. ഇതൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അടിപൊളി. താങ്ക് യു വെരി മച്ച്. അല്ലേ, എന്തൊരു പ്രത്യേകത. പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട്, അതായത് വേറൊരാൾ എന്ത് വിചാരിക്കും എന്ന് പറയാതെ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നമ്മളൊരു വേറിട്ട കാര്യങ്ങൾ 100 പേര് 100 അഭിപ്രായങ്ങളാണ് പാടുള്ളൂ. അപ്പോൾ അച്ഛൻ ആ മനസ്ഥിതി അങ്ങനെ അയ്യോ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിക്കാതെ ഇങ്ങനൊരു വീട് പണിയാനും പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് എല്ലാം കണ്ടില്ല, വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അടുത്തൊന്നും കാണിച്ചില്ല തന്നെ ഒരു ഇതാണ്. അപ്പോൾ ഈ വീട് ഞങ്ങൾക്ക് ഓപ്പണാക്കി, നമ്മൾ വീടെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ടൊക്കെ ഓപ്പണാക്കി തന്ന അച്ഛൻ ഒരുപാട് നന്ദി. താങ്ക് സോ മച്ച്. താങ്ക് യു. എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അതെ, അപ്പോൾ എൻ്റെ കൂടെ വന്ന മനോജിന് ഒരുപാട് നന്ദി. മനോജ് എൻ്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. മനോജിനൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒക്കെ നിങ്ങളൊക്കെ ഫ്യൂച്ചറിൽ നല്ല നല്ല ക്രിയേഷൻസ് ഒക്കെ നടത്തുക. അപ്പൊ അവനും ഒരുപാട് നന്ദി. നോട്ടിക്ക് ഒരുപാട് നന്ദി. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി. നമസ്കാരം.